ഇപ്പം UDF ഗവൺമെൻറ് അധികാരത്തിലേറിയതിനു ശേഷം കുറേ വാഗ്ദാനങ്ങൾ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഇപ്പം ബസ്സിലെ യാത്ര സ്ത്രീകൾക്ക് സൗജന്യമായി നൽകുമെന്നുള്ളത്. അതിനെപ്പറ്റി ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? വളരെ നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായമാണ്. തീർച്ചയായിട്ടും കൊടുക്കണമെന്നാണ്. തീർച്ചയായിട്ടും കൊടുക്കണമെന്നാണ്. ഓക്കെ. അപ്പം മറ്റുള്ള ഒന്നിൻ്റെ സംസ്ഥാനങ്ങൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെയും വരുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം KSRTC കുറച്ച് നഷ്ടത്തിലൊക്കെ ആയിരുന്നു നമുക്കറിയാം. അപ്പോൾ അതിൽ സ്റ്റാഫുകൾക്ക് ശമ്പളം, അതിൽ വിരമിച്ചവർക്ക് പെൻഷൻ അങ്ങനെയുള്ളതൊക്കെ വളരെ വൈകിയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനെതിരെ ഇടയ്ക്കൊക്കെ സമരം ഉണ്ടായിരുന്നു. അപ്പം LDF സർക്കാർ ഇരുന്ന സമയത്ത് കുറേ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. അതിനുശേഷം ഗണേഷ് കുമാർ മന്ത്രിയായതിനു ശേഷമാണ് ഇതൊക്കെ പരിഹരിച്ച് പ്രോപ്പറായിട്ട് മാസം സാലറിയൊക്കെ കൊടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇങ്ങനൊരു ഇത് വരുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ബസ്സിൽ കയറുന്നത്. റവന്യൂ കിട്ടുന്നത് സ്ത്രീകളിൽ നിന്നാണ്. അപ്പോൾ എങ്ങനെ ഈ ഫണ്ട് ഇത് നഷ്ടം നികത്തി ഇവർക്ക് കൊടുക്കേണ്ട സാലറി എല്ലാം എങ്ങനെ അവർ കണ്ടെത്തും? അതിനുവേണ്ടി ഏകദേശം ഒരു 100 കോടിയോളം രൂപയെങ്കിലും വേണ്ടി വരും. 100 കോടിയൊന്നൊരു വിഷയമല്ല. പക്ഷേ നമുക്ക് കിട്ടാക്കടങ്ങൾ ഒരുപാടുണ്ട്. അത് ആമ്പേറുള്ള ഉദ്യോഗസ്ഥന്മാർ അത് റിക്കവറി ചെയ്ത് ഫണ്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും. പക്ഷേ ഇതിനൊരു ക്രൈറ്റീരിയ വയ്ക്കുന്നതല്ല. അതായത് ഇപ്പോൾ സ്ത്രീകൾക്ക് എല്ലാ സ്ഥലത്തോട്ട് പോകുമ്പോഴും എല്ലാ വണ്ടികളിലും ലോ ഫ്ലോറിലും AC-യിലും സിറ്റിക്ക് പുറത്തെല്ലാം ഓടുന്ന എല്ലാ സ്ഥലത്തും കൊടുക്കണമെന്നാണോ? അതോ ഇത്ര ഡിസ്റ്റൻസ് പരിധിയിൽ കൊടുക്കണം, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എന്തായാലും ഒരു ക്രൈറ്റീരിയ വെച്ചില്ലെങ്കിൽ ഭയങ്കര നഷ്ടത്തിലായിരിക്കും പോകുന്നത്. കാര്യം ഒരു 50% സ്ത്രീകൾ വെക്കാൻ സാധ്യതയുണ്ട്. പിന്നെ തന്നെ അത് സാധാരണക്കാർ ചെറിയ കൂലിവേലയ്ക്കൊക്കെ പോകുന്നവർക്ക് വലിയ ഗുണമുണ്ടാകും. പക്ഷേ ഈ കാശ് അതൊരു BPL അല്ലെങ്കിൽ ഇത്ര ഒരു റേഷൻ കാർഡ് പോലെ ഒരു സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് മാത്രം പോരെ. അതായത് നല്ല കാശുള്ള സ്ത്രീകൾക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ, അല്ലേ? ഈ കാശുള്ളവരെല്ലാം 4 വീലിലും 2 വീലിലും സഞ്ചരിച്ചു. ഇല്ലാത്തവരാണ് ഈ പബ്ലിക് ബസ്സോ ട്രാൻസ്പോർട്ടോ അന്വേഷിച്ച് നടക്കുന്നത്. അവർക്ക് ഇത് ഏറ്റവും വലിയ ഗുണമായിരിക്കും. അതുപോലെ ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാത്തിലും വേണമല്ലോ. സ്ത്രീകൾക്കുള്ള പോലെ പുരുഷന്മാർക്കും വേണം. എന്തുകൊണ്ട് പുരുഷന്മാർക്ക് ആ ഓഫർ കൊടുക്കുന്നില്ല? പുരുഷന്മാരെക്കാളും ബലഹീനത കുറഞ്ഞവരാണ് സ്ത്രീകൾ. അവർക്കാണ് ഇത് കൊടുക്കാനുള്ളത്. അപ്പൊ പുരുഷന്മാർക്ക് വേണമെന്നില്ല. അവർ അധ്വാനിക്കും, ആരോഗ്യമുണ്ട്, സീനിയർ സിറ്റിസണ് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി ടിക്കറ്റ് എടുത്ത് പറ്റും. അപ്പൊ എന്തായാലും അതുപോലെ കമ്പയർ ചെയ്യാൻ പറ്റൂല. എന്തായാലും പദ്ധതി നല്ലതെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും നല്ല പദ്ധതിയാണ്. നടപ്പിലാക്കിയിട്ട് കോൺഗ്രസ് ഗവൺമെന്റിനോട് വളരെ കടപ്പെട്ടിരിക്കും. സ്ത്രീകളും ഞാൻ ഉൾപ്പെടെ. ഓക്കെ, ശരി, താങ്ക് യു.